ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി ഊബറും പിടിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു പർച്ചേസിന് പോവുകയാണ് കേട്ടോ. ബിസി ഷെഡ്യൂളുള്ള ആൾക്കാരുടെ കൂടെയാണ് വരുന്നതെങ്കിൽ ടൈമർ സെറ്റ് ചെയ്ത അവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. വന്നേക്കുന്നത് നമ്മുടെ പാളയത്തുള്ള പരാഗിലാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ. മിലുവിന് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാടയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അവരെന്നെ നേരെ കൊണ്ടുപോയി 3rd ഫ്ലോറിലാണ് കേട്ടോ. ചെല്ലുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഏകദേശം കുറച്ച് ഐഡിയാസൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തതുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറാണ് സ്കേർട്ടിന് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ചെന്ന ഉടനെ തന്നെ അവരെടുത്തിട്ട ഒരു മെറ്റീരിയൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടേ കൊണ്ട് പാവാടയുടെ തുണി സെലക്ട് ചെയ്യാൻ വലിയ ടൈം എടുത്തില്ല. അതിനുശേഷം ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുക്കാനാണ് ഞാൻ അത്യാവശ്യം സമയം എടുത്തത്. കാരണം ബ്രൊക്കേഡിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല ഇവരുടെ കയ്യിൽ ഡയബിൾ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി മെറ്റീരിയലൊക്കെ നോക്കി ഈ ബ്ലാക്കിൽ പാവാടയും ഉടുപ്പും അങ്ങനെ തച്ചാലോ എന്ന് ചിന്തിച്ച് പിന്നെ വേറെ കളേഴ്സ് എല്ലാം നോക്കി. പക്ഷെ ഞാൻ മിക്കപ്പോഴും വന്ന് അവസാനിക്കുന്ന ബ്ലാക്കിലാണ് കേട്ടോ. ബ്ലാക്കിനോട് വല്ലാത്തൊരു സ്നേഹമാണ്. അങ്ങനെ അവസാനം എനിക്കും മിലുക്കുട്ടിക്കും വേണ്ടിയിട്ടുള്ള ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഞാൻ മുറിച്ച് മേടിച്ച് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നല്ല മെറ്റീരിയൽസിൻ്റെ ഇത്രയും വലിയ കളക്ഷൻ കാണുന്നത്. ഈ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. 2nd ഫ്ലോറിൽ എത്തിയപ്പം അതീന്നും അടിപൊളി പാർട്ടി വെയറിൻ്റെ ഒരു വമ്പൻ ശേഖരം തന്നെയുണ്ട്. അതിലുണ്ട് അവർക്ക് ഡയബിൾ മെറ്റീരിയൽസ്. പിന്നെ ഈ ജോർജറ്റിൻ്റെ ഇങ്ങനെ വർക്കുള്ള മെറ്റീരിയൽസ് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ആദ്യം 2nd ഫ്ലോർ കണ്ടിരുന്നെങ്കിൽ ആ റെഡ് ഞാൻ മസ്റ്റായിട്ട് എടുത്തേനെ. പിന്നെ 1st ഫ്ലോറിൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ് സംഭവങ്ങൾ. തുണിയിൽ വയ്ക്കുന്ന വ്യത്യസ്തമായ ലേസുകളും സ്റ്റോൺസിൻ്റെ വർക്കും അങ്ങനെ പല സാധനം. എനിക്കിതൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് വലുതായിട്ട് വിശദീകരിക്കാത്തത്. അതുപോലെ മിലുവിന് ഞാൻ സെലക്ട് ചെയ്ത മോഡലിൽ കുറച്ച് ഹാങ്ങിങ്ങിൻ്റെ വർക്കുണ്ട്. അത് കാണിച്ചു കൊടുത്തപ്പോൾ സെയിം ആ സാധനം തന്നെ എനിക്ക് എടുത്തു തന്നെ കേട്ടോ. അതിന് മീറ്ററിന് 130 രൂപയാണ്. മിലുവിന് എനിക്ക് 1/4 മീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതും പർച്ചേസ് ചെയ്തു. പിന്നെ എന്നെ സർപ്രൈസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ 3 പീസ് സെറ്റ് നമുക്ക് എത്ര ആവശ്യമുള്ള അളവിന് വേണോ മുറിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതവരങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കോട്ടൺ ഓഫീസ് വെയറൊക്കെ ഇടുന്നവർക്ക് മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. പരാഗിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നും അല്ല കേട്ടോ, ഞാൻ പോയപ്പോഴുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. പിന്നെ ഞാൻ കുറച്ച് കളക്ഷൻസൊക്കെ അവിടെ നോക്കിയായിരുന്നു. മേടിക്കാനുള്ള പ്ലാനിങ്ങിൽ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഞാൻ അധികം അവരെ കൊണ്ട് എടുപ്പിച്ചില്ല. അതുപോലെ തന്നെ ഒത്തിരി റയോൺ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ. നമ്മൾ കോട്ട് സെറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന കോട്ടൺ ബ്ലെൻഡ് റയോൺസ് ആണ് കേട്ടോ. എല്ലാത്തിൻ്റെയും വൈഡ് വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. മാത്രമല്ല ഈ സെക്ഷനിൽ നിന്ന് സ്റ്റാഫ് ഈ ചേട്ടൻ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ. എനിവേ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത ശേഷം ബില്ല് ചെയ്ത് തയ്ക്കാൻ കൊടുത്ത നമ്മുടെ ചേച്ചിയും നല്ല രീതിയിൽ തച്ച് തന്ന്. ഇതാണ് കേട്ടോ മിലുവിൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്ക് വന്ന്. നല്ല രസമായിരുന്നു.